മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ലോകത്തിലെ പല മതങ്ങളും പല രാഷ്ട്രീയ ചിന്താധാരകളും പലരുടെയും വീക്ഷണങ്ങളും പലതരത്തിലുള്ള പ്രവർത്തന രീതികളും ഇതെല്ലാം പലപ്പോഴും വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഏതാണ്ട് 90-95% വ്യക്തികൾ ഒന്നുകിൽ ഒരറ്റത്ത് അല്ലെങ്കിൽ മറ്റേ അറ്റത്ത്, ഈശ്വരനില്ല, ഞാൻ നിരീശ്വരവാദിയാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. ഒരു കാരണവശാലും ഈശ്വരീയമായിട്ട് ബന്ധപ്പെട്ടതിനെ ഒന്നിനും ഞാൻ സ്വീകരിക്കില്ലെന്ന് പറയുന്നവര്. മറ്റൊരു വിഭാഗം, ഞാനൊന്നും ചെയ്തില്ലെങ്കിലും ഈശ്വരന് വഴിപാട് നടത്തിയാല്, അമ്പലത്തിൽ പോയാല്, പ്രാർത്ഥിച്ചാല്, നാമം ജപിച്ചാല്, സഹസ്രനാമം ജപിച്ചാല്, വേദം പഠിച്ചാല് എല്ലാം ആയി എന്ന് ധരിക്കുന്ന ഒരു വിഭാഗം. വേറൊരു വിഭാഗം, മാതാപിതാക്കൾ നന്നായാലേ മക്കൾ നന്നാവുള്ളൂ എന്ന് പറയുന്നത്, മക്കൾ പൂർണ്ണമായിട്ടും തന്നെത്താനെ നന്നാവേണ്ടവരാണ്, നമ്മളെന്നും ചെയ്തിട്ട് പ്രയോജനമില്ല എന്ന് പറയുന്ന വേറൊരു വിഭാഗം. ഈ ലോകത്തിലെ പരമമായ സത്യത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ അദ്വൈതം മാത്രമാണ് ജീവിത വഴി എന്ന് പറയുന്ന ചില സന്യാസിമാർ. അവർ ഉൾക്കൊണ്ടിട്ട് പറയുമെന്നല്ല, വെറുതെ പറയാൻ വേണ്ടി പറയുന്നു. വേറൊരു ഭാഗം, അല്ല ദ്വൈതം മാത്രമാണ്, ഞാൻ വേറെ ദൈവം വേറെ, അതുകൊണ്ട് ദ്വൈതം മാത്രമാണുള്ളത് എന്ന് പറയുന്നത് വേറൊരു വിഭാഗം. വേറൊരു വിഭാഗമാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മോഡേൺ മെഡിസിൻ കൊണ്ട് മാത്രമേ അസുഖം മാറുള്ളൂ എന്ന് പറയുന്നവരാണ്. വേറൊരു വിഭാഗം, മോഡേൺ മെഡിസിൻ ഏറ്റവും ഡേഞ്ചറസ് ആണ്, അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണ് ഇത്രയും അധികം പ്രശ്നം ഉണ്ടാവുന്നതെന്ന് പറയുന്ന വേറൊരു വിഭാഗം. ഇങ്ങനെ രണ്ട് എക്സ്ട്രീം എൻഡാണ് ഏറ്റവും അധികം വ്യക്തികളിൽ അവരുടെ വീക്ഷണങ്ങളിലും പ്രവർത്തികളിലും കാണുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ രണ്ടിൻ്റെയും ഇടയ്ക്കൊരു മാർഗമുണ്ട്, മിഡിൽ പോയിന്റ് ഉണ്ട്. മിഡിൽ പോയിന്റ് മോഡേൺ മെഡിസിനും ഉപയോഗിക്കണം, നമ്മുടെ ഹെറിറ്റേജ് മെഡിസിനും ഉപയോഗിക്കണം. ഏത് അസുഖത്തിന് ഏതാണോ നല്ലത് അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ദേവപ്രശ്നം മുഴുവനും ചതിയും വഞ്ചനയുമാണ് എന്ന് പറയുകയാണെങ്കിൽ, ദേവപ്രശ്നം തന്നെയാണ് പ്രശ്നപരിഹാരത്തിന് കാണുന്നവരുണ്ടെങ്കിൽ ദേവപ്രശ്നം വയ്ക്കാം, നമുക്ക് ചർച്ച ചെയ്യാം, നമ്മളുടേതായിട്ടുള്ള വീക്ഷണങ്ങൾ വയ്ക്കാം, അതിലെ നന്മകളും എടുക്കാം, നമ്മളുടെ വീക്ഷണത്തിലെ നന്മകളും എടുക്കാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓരോ കാര്യത്തിൽ മോഡേൺ പാട്ടുകളെല്ലാം തല്ലിപ്പൊളിയാണ്, പഴയ പാട്ടുകൾ മാത്രമാണ് നല്ലത് അല്ല, രണ്ടിലും നല്ലതുണ്ട്. മോഡേൺ പാട്ടിലും നല്ലതെടുക്കാം, പഴയ പാട്ടിലുള്ള നന്മകളും നമുക്കെടുക്കാൻ സാധിക്കണം. മാതാപിതാക്കൾ നന്നായാലേ മക്കൾ നന്നാവുള്ളൂ, അല്ല മക്കൾ തന്നെത്താനെയാണ് നന്നാവേണ്ടത് എന്ന് പറയുന്നവരോട്, മാതാപിതാക്കളും നന്നാവണം, മക്കളും നന്നാവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൂടെ നമുക്ക്? അപ്പൊ യഥാർത്ഥത്തില് മധ്യമാർഗം, മീഡിയൻ ലൈൻ, സൗത്ത് പോളിൽ പോയിട്ട് ജീവിക്കാനും ബുദ്ധിമുട്ടാണ്, നോർത്ത് പോളിൽ പോയിട്ട് ജീവിക്കാനും ബുദ്ധിമുട്ടാണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള സ്ഥലത്താണ് സാധാരണ മനുഷ്യർ ജീവിക്കുന്നത്. അപ്പോ ശരിക്കും മധ്യമാർഗം എന്ന് പറയുന്നതുണ്ട്. ഏത് പൂജാകർമ്മങ്ങൾ നടത്തിയത് കൊണ്ട് അസുഖമൊന്നും മാറില്ല, ട്രീറ്റ് ചെയ്താൽ മാത്രമേ മാറുള്ളൂ. പൂജാകർമ്മങ്ങളിൽ വിശ്വാസമുള്ളവർ അതും ചെയ്യട്ടെ, കൂട്ടത്തില് ഈ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് നടത്തുന്നവർ അതും ചെയ്യട്ടെ. പൂജ മാത്രമാണ് പരിഹാരമെന്നും അല്ലെങ്കിൽ മെഡിസിൻ മാത്രമാണ് പരിഹാരമെന്നും പറഞ്ഞിട്ട് രണ്ട് എക്സ്ട്രീമെന്റിൽ നിൽക്കണ്ട. അതേപോലെ ജ്യോതിഷം അത്രയും തെറ്റും ചതിയും വഞ്ചനയുമാണ്, അതിനെ എതിർക്കും ഞങ്ങളെന്ന് പറയുന്നതിന് പകരം ജ്യോതിഷത്തിൽ നന്മകൾ ഉണ്ടെങ്കിൽ അതും എടുക്കാൻ സാധിക്കട്ടെ, അതല്ലാതെ നിങ്ങളുടെ വീക്ഷണത്തിൽ നന്മകൾ ഉണ്ടെങ്കിൽ അതും എടുക്കാൻ സാധിക്കട്ടെ. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. എത്ര നന്നായിട്ട് നമ്മുടെ പൂർവികര് പറഞ്ഞിരിക്കുന്നത്, ആനോ ഭദ്രാഹ കൃതവോ യന്തു വിശ്വതഃ, ലെറ്റ് നോബിൾ തോട്ട്സ് കം ടുവേർഡ്സ് അസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിൽ എല്ലായിടത്തു നിന്നും നന്മ നിറഞ്ഞ ചിന്താധാരകൾ നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്നാണ് പറഞ്ഞത്. ലോകത്തിൽ എല്ലായിടത്തു നിന്നും നന്മ നിറഞ്ഞ ചിന്താധാരകൾ നമ്മളിലേക്ക് വന്നു ചേരട്ടെ. ഇപ്പോ എൻ്റെ മതം, എൻ്റെ വീക്ഷണം, എൻ്റെ പ്രവൃത്തി, എൻ്റെ രീതി, എൻ്റെ പുസ്തകം, എൻ്റെ ധാരണ, എൻ്റെ പ്ലാൻ, ഇത് മാത്രം ശരി എന്ന് പറയുന്നതിന് പകരം ശരി എവിടെയെല്ലാം ഉണ്ടോ അത് എൻ്റേതാണ്, അത് എൻ്റേത്വമാണ് എന്ന രീതിയിൽ ഒരു മിഡിൽ പാത്വേ നമ്മൾ എടുത്തു വിചാരിക്കാം. ഒരേ ഒരു ദൈവമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊരാള്,
ആയിരക്കണക്കിന് ദൈവങ്ങൾ വേണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതാണോ ശരി തോന്നുന്നു ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം എടുക്കാം. കുറെ വൈവിധ്യമാർന്ന സങ്കല്പങ്ങൾ വേണമെങ്കിൽ മറ്റേത് എടുക്കാം. രണ്ടും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഈ രീതിയിൽ നമുക്ക് പറഞ്ഞൂടെ? ദ്വൈതവും ചില കാര്യങ്ങളിൽ ശരിയാണ്, അദ്വൈതവും ചില കാര്യങ്ങളിൽ ശരിയാണ്. അപ്പോഴോ വാദിക്കാൻ നിൽക്കേണ്ട, ജയിക്കാൻ നിൽക്കേണ്ട, തോൽപ്പിക്കാൻ നിൽക്കേണ്ട, അതുപോലെ തന്നെ കീഴടക്കാൻ നിൽക്കേണ്ട. എല്ലാത്തിലും നന്മകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുകൂടി ഓർമ്മിക്കാൻ ഈ മധ്യമാർഗം അത് വളരെയേറെ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു. പ്രണാമം, നമസ്കാരം.